ആറ്റിങ്ങലിൽ ഇരട്ട വോട്ടുകൾ പൂർണ്ണമായി നീക്കം ചെയ്തിട്ടില്ല എന്നാണ് ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ആവർത്തിക്കുന്നത്. ആറ്റിങ്ങലിൽ ഇത്തവണ 1,61,237 ഇരട്ട വോട്ടുകളുണ്ട്. നേരത്തെ 500 വോട്ടുകൾ മാത്രമേ ഇരട്ട വോട്ടുകളായി ഉള്ളൂ എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. പക്ഷേ ആ വസ്തുത തെറ്റ് എന്നതാണ് അടൂർ പ്രകാശ് UDF സ്ഥാനാർത്ഥി ആരോപിക്കുന്നത്. 10 വർഷം മുൻപ് മരിച്ചവരും അന്തിമ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നും അടൂർ പ്രകാശ് പറയുന്നു. 1,61,237 വോട്ടുകളാണ് ഇതിനകത്ത് കടന്നുകൂടിയിട്ടുള്ളത്. അത് എങ്ങനെ കടന്നുകൂടി എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്ന് വിശദീകരിച്ചു എങ്കിലും അന്ന് ആ വിശദീകരണത്തിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് നേരത്തെ എന്ന് വെച്ചാൽ 2019 വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഞങ്ങൾ കണ്ടെത്തിയ 1,12,000 വോട്ടുകൾ അത് ഒഴിവാക്കുവാൻ വേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള നടപടികളും ഇവിടെ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ നടപടികൾ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് നിർദ്ദേശം കൊടുക്കുന്നതോടൊപ്പം രഹസ്യമായി കൊടുത്തിരുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ആരെന്ത് ആവശ്യപ്പെട്ടാലും ആ പേരുകൾ ഒന്നും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലുള്ള നിർദ്ദേശമാണ് രഹസ്യമായി കൊടുത്തിരുന്നത്. ഇപ്പോൾ പല ആളുകളും 5-10 വർഷം മുമ്പ് മരണപ്പെട്ടവർക്ക് പോലും കുഴിയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത് വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുള്ളത് 1,61,000-ലധികം വോട്ടുകൾ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ അത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങൾ ഹൈക്കോടതിയുടെ മുമ്പിലും ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുകയുണ്ടായി. ഞങ്ങൾ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് തന്നെയാണ് അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോയത്. ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്നുള്ള നിലയിൽ ബഹുമാനായ ശ്രീ വർക്കല കഹാറാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് ഫയൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരം വളരെ വിശദമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് കമ്മീഷൻ അങ്ങോട്ട് തന്നെ പറഞ്ഞാണ്, കോടതിയിൽ ഇത് കമ്മീഷൻ അങ്ങോട്ട് പറയാനുള്ള ഒരു കാരണം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളിത് ആവശ്യപ്പെട്ടു, നേരത്തെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് നടപടികൾ എടുക്കാൻ അവർക്ക് കഴിയാതെ പോയി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ അവർ പറഞ്ഞതാണ്, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് കമ്മീഷണർ കോടതിയിൽ പറഞ്ഞ അനുസരിച്ചാണ് ഈ ഉത്തരവ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും തെറ്റാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇലക്ടറൽ ഓഫീസർ എന്നുള്ള നിലയിൽ അന്ന് അദ്ദേഹം പറഞ്ഞത് 489 എന്നാണ് എന്റെ ഒരു ഓർമ്മ. 500 താഴെയുള്ള വോട്ടുകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഡബിൾ വോട്ടിംഗ് ആയി വന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമ്മളത് തുറന്നു പറഞ്ഞാണ്. പ്രസ് മീറ്റ് നടത്തിയപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാണ്, രേഖസഹിതമാണ് പറഞ്ഞത്. അതല്ലാതെ വെറുതെ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചിട്ട് നിങ്ങളെ കബളിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ആറ്റിങ്ങലിൽ ഇരട്ട വോട്ടുകൾ ആവർത്തിക്കപ്പെടുന്നു എന്നാണ് സജിത്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ആളാണ് അടൂർ പ്രകാശ്. അവിടെ അന്നും അദ്ദേഹം ചെയ്തത് പ്രധാനമായും ഈ ഇരട്ട വോട്ടുകൾ ചൂണ്ടിക്കാണിച്ച് അത് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ ആണ് ഈ ആരോപണം ആവർത്തിക്കുന്നത് എങ്കിൽ അത്ര എളുപ്പമല്ല അവിടുത്തെ പോരാട്ടം. അതുകൊണ്ടുകൂടിയാണല്ലോ അദ്ദേഹം ഇത്രയധികം വോട്ടുകൾ. സ്വാഭാവികമായും ഇതൊരു വലിയ സംഖ്യ കൂടിയാണ്. 1,60,000 ഇരട്ട വോട്ട് എന്നത് നിസ്സാരമായി കാണാനും സാധിക്കില്ല. മാത്രമല്ല, ഒരുപക്ഷെ തിരിച്ചൊരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായാൽ വലിയ കോടതി നടപടികൾക്ക് ഇടവെക്കുന്ന ഒന്നായിരിക്കാം അത്.